ഉള്ളിലും മനസ്സിലൊക്കെ ഇത്രയും നാൾ ഇരുട്ടായിരുന്നു. മോളുടെ ഈ എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. അച്ഛനും അത് ആസ്വദിച്ച് തുടങ്ങി മോളെ. ഇപ്പോ മോള് ഭക്ഷണം കഴിക്കാം. എന്താ മോളെ? ഒന്നുമില്ല അച്ഛാ. എനിക്ക് മനസ്സിലായി നീ ഇപ്പോ എന്താ ആലോചിച്ചെന്ന്. സോറി മോളെ, ഞാൻ നിന്നോട് വളരെയധികം വിദ്വേഷത്തോടെ പെരുമാറിക്കൊണ്ടിരുന്നു. എനിക്കറിയില്ല മോളെ, എല്ലാം എന്റെ തെറ്റാ മോളെ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം അച്ഛന്റെ തെറ്റായിരുന്നു. അച്ഛാ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ചോദിക്കും മോളെ. അച്ഛന് എപ്പോഴാ ശരിക്കും എന്നോട് സ്നേഹം തോന്നി തുടങ്ങിയത്? ശരിയാണല്ലോ, എപ്പോഴായിരുന്നു അറിയില്ല. ഞാൻ എന്റെ മോളോട് എന്ത് പറയും? എന്താ അച്ഛാ? മോളെ, അത് ആ കാര്യങ്ങളൊക്കെ അളിയനോട് സംസാരിക്കായിരുന്നു. രമ്യയെ കൊണ്ട് രാജുവിനെ വിവാഹം കഴിപ്പിക്കണമെന്ന്. ആ അച്ഛാ, അളിയനെ ഇവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇവന് ദേഷ്യം പിടിപ്പിക്കണേ? ആവശ്യമുള്ള കാര്യങ്ങൾ എന്താ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിയാനുള്ള പ്രായവും പക്വതയും എനിക്കില്ലെന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നത്? അളിയന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയും. എല്ലാവരും മര്യാദയ്ക്ക് അതൊക്കെ അനുസരിച്ചാ മതി. നീ അഭിപ്രായം പറയുന്നത് രാജുവിന്റെ ജീവിതത്തിലാ. നിനക്ക് എന്റെ മകളെ കെട്ടിച്ചു തന്നിട്ടുണ്ട്, പക്ഷേ എന്റെ മകന്റെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയാൻ നിനക്കെന്നല്ല ആർക്കും അവകാശമില്ല. അല്ലെങ്കിലും ഈ നാശം പിടിച്ച വീട്ടില് നല്ലത് പറഞ്ഞ ആരെങ്കിലും കേക്കോ? നാശം പിടിച്ച വീടാ. എന്റെ കുടുംബത്തെ കുറിച്ച് നീ എന്ത് ഭാഷയാണ് പറഞ്ഞത്? ഇത് നാശം പിടിച്ച വീടാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് നീ ഇപ്പൊ ഇറങ്ങിപ്പോക്കണം. വായൊന്നും ഭാഷ നീ കേട്ടതല്ലേ? നീ ജയനെ വിളിച്ച റൂമിലേക്ക് പോ. വീട് ചേട്ടൻ വന്നേ. എടാ, നീ അവൻ പറഞ്ഞൊന്നും കാര്യാക്കണ്ട. അവൻ വല്ല കള്ളും വലിച്ചു കയറ്റിയിട്ടുണ്ടാവും. അവൻ ഇനി ഇങ്ങോട്ട് വരാതെ ഞാൻ നോക്കിക്കോളാം. നീ സമാധാനായിട്ടിരിക്കെ. വാ, ഇങ്ങനെ മനുഷ്യന് സമാധാനം തരാത്ത ഒരുത്തനെയാണല്ലോ ദൈവമേ എന്റെ മകളെ കെട്ടിച്ചു കൊടുത്തത്. ഇപ്പോ റോഹനുമായിട്ടുള്ള ബന്ധം നമ്മൾ ഉറപ്പിച്ചല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. റോഹൻ മിടുക്കനാ, നല്ലൊരു ചെറുപ്പക്കാരനാ. അവനെ പോലൊരു പയ്യന്റെ ബന്ധം എന്റെ മകൾക്ക് കിട്ടിയത്
ഒരു പുണ്യമായിട്ട് ഞാൻ കരുതുന്നത്. ഞാൻ അവനെ കുറിച്ചൊന്ന് അന്വേഷിച്ചു. ഇക്കാലത്ത് ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടുകിട്ടാൻ ഒരു സാധ്യതയില്ല. സത്യം പറഞ്ഞ എന്റെ മകൾ ഭാഗ്യവതിയാ. അവളെ ഒരു കുറവും കൂടാതെ പൊന്നുപോലെ നോക്കുവൻ. അതെനിക്ക് ഉറപ്പുണ്ട്. ഇതിൽ കൂടുതൽ ഒരു അച്ഛൻ എന്താ വേണ്ടത് ചേച്ചി? സത്യം പറഞ്ഞ അവളൊരു പാവല്ലേ. അവൾക്ക് നമ്മൾ കൊടുക്കേണ്ടതും അവളെ നന്നായി കെയർ ചെയ്യുന്ന ഒരു പയ്യനെയല്ലേ. പ്രതാപ, ഇത്രയും കാലം ഉണ്ടായിരുന്നത് പോലെയല്ല ഇപ്പൊ നിനക്ക് ഋതികയോടുള്ള മനോഭാവം. ഇപ്പൊ അവളില്ലാതെ നീ ഉണ്ണില്ല, ഉറങ്ങില്ല, അങ്ങനൊരവസ്ഥയായി അല്ലേ? അവൾ എന്റെ മകളല്ലേ ചേച്ചി. അവളെ എനിക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് ഒരു ചൊല്ലുണ്ട്. ഇത്രയും നാളും നിനക്ക് ദുഃഖം മാത്രം തന്ന മകളാ അവള്. ആ അവളെ നിനക്ക് ഇനിയും ദുഃഖം തരും പ്രതാപ. നീ ഇനി എത്ര കൊതിച്ചാലും അവള് നിനക്ക് ദുഃഖം മാത്രമേ തരൂ. അത് നീ മനസ്സിലാക്കിയാ നിനക്ക് നല്ലത്.